ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഇലയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ്. ചിലർ അരിപ്പൊടി എടുക്കും. ഗോതമ്പ് പൊടി, അരിപ്പൊടി ഏത് വേണേലും എടുക്കാം. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിക്കരുത്. പിന്നെ അപ്പം നമ്മൾ വീണ്ടും വീണ്ടും പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ ആ സമയം ഞാൻ ശർക്കര പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചിലർ ഈ രീതിയിൽ നമുക്ക് മാവ് ഒത്തിരി അങ്ങ് കട്ടിയിലുമല്ല ഒത്തിരി അയഞ്ഞുമല്ല, ഈ രീതിയിൽ എടുക്കാമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇലയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ശർക്കര പാനി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പാനിയാക്കുമ്പോൾ അതിലെ വേസ്റ്റ് എല്ലാം നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. ചിലർ ഈ തേങ്ങയിലോട്ട് തന്നെ അത് ചീകിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ഈ തേങ്ങ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ശർക്കര പാനിയാക്കി വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്ത് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന്, അപ്പോൾ അത് നല്ല രീതിയിൽ കട്ടിയായിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നമ്മളതിലേക്ക് ഏലക്കാപ്പൊടിയും അതുപോലെ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് എളുപ്പം തന്നെ അതങ്ങ് കുറുകി കിട്ടുന്നുണ്ട്. ഇതുപോലായി കിട്ടും. അപ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം ചിലർ ഇതുപോലെ ഞാൻ ആദ്യം പറഞ്ഞു തൊട്ട് തേങ്ങ അതിലേക്ക് ചിരകിയിട്ട് തേങ്ങയിലിട്ട് ശർക്കര ചീകിയിട്ട് കൊടുത്തിട്ട് ഏലക്കായും ചുക്കുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതുപോലെ ഒന്നൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. കഴിക്കാത്ത കുഞ്ഞുങ്ങളെല്ലാം കഴിച്ചോളും. എന്നിട്ട് പിന്നെ നമുക്ക് വാഴയിലയിലോ, ചിലർ ഭക്ഷണയിലയിലാണെങ്കിലും ചെയ്യാറുണ്ട്. ഞാൻ വാഴയിലയിലാണ് ചെയ്യുന്നത്. അപ്പം വാഴയില നമ്മളൊന്ന് കഴുകി തുടച്ചെടുത്താൽ മതി. അതിൽ എണ്ണയൊന്നും കാര്യങ്ങളൊന്നും തേച്ച് കൊടുക്കണ്ട. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാവെടുക്കുമ്പോൾ കുറച്ച് മാത്രം എടുക്കുക. ഒത്തിരി മാവെടുത്ത് വെച്ച് പരത്തി കഴിഞ്ഞ് നമ്മളത് മടക്കി വെച്ചിട്ട് തേങ്ങയെല്ലാം വെച്ച് മടക്കുമ്പോഴത്തേക്കിന് ഭയങ്കര കട്ടിയായി പോകും. അത് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കുഞ്ഞുങ്ങളും ഒരു ഇത് കാണിക്കും. പിന്നെ തേങ്ങ വെച്ച് കൊടുക്കുമ്പോൾ അവരവരുടെ മധുരത്തിനനുസരിച്ച് എത്രയും ഇത് വേണോ, കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടുതൽ മധുരം വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല ടേസ്റ്റോട് കഴിക്കും. അപ്പോൾ നമ്മൾ ഈ നൈസായിട്ട് പരത്തി കൊടുക്കാമെങ്കിൽ അത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഇഡലിക്കുട്ടകത്തിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് ചീഞ്ചട്ടി വേണമെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാവുന്നതുമാണ്. ചിലർ ഈ വാഴയിലയോട് കൂടി തന്നെ വെച്ച് കൊടുത്തിട്ട് അടപ്പ് വെച്ച് അടച്ച് ഇങ്ങനെ വേവിച്ചെടുക്കാറുണ്ട്. അപ്പം നമ്മുടെ ഇതെല്ലാം കണ്ടോ, നല്ല നൈസായിട്ടുള്ള ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ടോ, ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.